യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പുറമെ തിരിച്ചടി നേരിട്ട് യുഎഇയും സൗദി അറേബ്യയും. ട്രംപിന്റെ പരിഷ്കരിച്ച തീരുവകൾ പ്രകാരം യുഎഇയും സൗദി അറേബ്യയും ഇറക്കുമതിക്ക് 10% തീരുവ നേരിടേണ്ടി വരും. ചൈന, ജപ്പാൻ, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേലാണ് ട്രംപ് ഉയർന്ന പരസ്പര നികുതി ഏർപ്പെടുത്തിയത്. അത് അതാതു രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുന്നതിനും വളർച്ച സ്തംഭിപ്പിക്കുന്നതിനും കാരണമാകും. പാകിസ്ഥാൻ 29%, ഇന്ത്യ 26%, ഫിലിപ്പീൻസ് 17%മാണ് തീരുവ അടക്കേണ്ടത്. 20% തീരുവ നേരിടുന്ന യൂറോപ്യൻ യൂണിയനും 24% നിരക്കിന് ലക്ഷ്യമിടുന്ന ജപ്പാനും ഉൾപ്പെടെയുള്ള യുഎസിന്റെ അടുത്ത സഖ്യകക്ഷികളും ട്രംപിന്റെ നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. 10% താരിഫുകൾ ഏപ്രിൽ 5-നും ഉയർന്ന പരസ്പര നിരക്കുകൾ ഏപ്രിൽ 9-നും പ്രാബല്യത്തിൽ വരും. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്നാണ് തീരുവ ചുമത്തൽ നടപടിയെ ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങൾക്കും തീരുവ ചുമത്തി. യുഎഇക്കും സൗദിക്കും 10%, ജോർദാൻ 20%മാണ് പുതിയ തീരുവ. മെയ് മാസത്തിൽ യുഎഇ, സൗദി അറേബ്യ, ഖത്തർ എന്നിവ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് ട്രംപിന്റെ കടുത്ത നടപടി. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.